എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 7ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം പ്രാണവായുവും ജീവരക്തവും എന്ന ചാപ്റ്ററിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഓരോരോ ചോദ്യങ്ങളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കി പോവാം. വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനം ഉച്ഛ്വാസം. രണ്ടിലും ഉണ്ട് എന്ന രീതിയിൽ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉച്ഛ്വാസം, അങ്ങനെ ഓർത്തിരിക്കാം. വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനം ഉച്ഛ്വാസം. വായു പുറത്തുവിടുന്ന പ്രവർത്തനം നിശ്വാസം. വായു പുറത്തുവിടുന്ന പ്രവർത്തനം നിശ്വാസം. വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനം ഉച്ഛ്വാസം. വായു പുറത്തുവിടുന്ന പ്രവർത്തനം നിശ്വാസം. വാരിയെല്ലിൻകൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നതെപ്പോൾ? ഉച്ഛ്വസിക്കുമ്പോൾ. വാരിയെല്ലിൻകൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഉച്ഛ്വസിക്കുമ്പോൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വാരിയെല്ലിൻകൂട് താഴുകയും ചുരുങ്ങുകയും ചെയ്യുന്നതെപ്പോൾ? നിശ്വസിക്കുമ്പോൾ. വാരിയെല്ലിൻകൂട് താഴുകയും ചുരുങ്ങുകയും ചെയ്യുന്നതെപ്പോൾ? നിശ്വസിക്കുമ്പോൾ. വാരിയെല്ലിൻകൂട് താഴുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് നിശ്വസിക്കുമ്പോഴാണ്. മനുഷ്യന്റെ മുഖ്യ ശ്വസനാവയവം ശ്വാസകോശം. മനുഷ്യന്റെ മുഖ്യ ശ്വസനാവയവം ശ്വാസകോശമാണ്. ഔരസാശയത്തിൽ വാരിയെല്ലിൻകൂടിൽ സ്ഥിതി ചെയ്യുന്ന അവയവമാണ് ശ്വാസകോശം. ഔരാശയത്തിൽ വാരിയെല്ലിൻകൂടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവയവം ശ്വാസകോശം. ഔരസാശയത്തിൽ വാരിയെല്ലിൻകൂടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവയവം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്വാസകോശമാണ്. ശ്വാസകോശത്തിലേക്ക് വായു എത്തുന്നതിന് സഹായിക്കുന്ന അവയവങ്ങളുടെ ശരിയായ ക്രമം നാസാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം എന്നിങ്ങനെയാണ്. ശ്വാസകോശത്തിലേക്ക് വായു എത്തിക്കുന്നതിന് സഹായിക്കുന്ന അവയവങ്ങളുടെ ശരിയായ ക്രമം നാസദ്വാരം, നോസ്ട്രിൽസിൽ ആദ്യം, രണ്ടാമതായിട്ട് ശ്വാസനാളം ട്രക്കിയയിലേക്ക് പോകും, അടുത്തതായിട്ട് ശ്വസനിയിലേക്ക് പോകും, അവസാനമായിട്ട് ശ്വാസകോശത്തിലെത്തും. ശ്വാസകോശത്തിലേക്ക് വായു എത്തുന്നതിന് സഹായിക്കുന്ന അവയവങ്ങളുടെ ശരിയായ ക്രമം നാസാദ്വാരം ടു ശ്വാസനാളം, ശ്വാസനാളം ടു ശ്വസനി, ശ്വസനി ടു ശ്വാസകോശം. മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ എന്നിവ ഏതു വ്യവസ്ഥയുടെ ഭാഗമാണ്? ശ്വസന വ്യവസ്ഥയുടെ ഭാഗമാണ്. മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ എന്നിവ ഏതു വ്യവസ്ഥയുടെ ഭാഗമാണ്? ശ്വസന വ്യവസ്ഥയുടെ ഭാഗമാണ്. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗമായ ശ്വസനനാളത്തിന്റെ ആകൃതി നീണ്ട പൈപ്പിന്റെ ആകൃതിയാണ്. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗമായ ശ്വാസനാളത്തിന്റെ ആകൃതി നീണ്ട പൈപ്പിന്റെ ആകൃതിയാണ്. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗമായ ശ്വസനനാളത്തിന്റെ ആകൃതി നീണ്ട പൈപ്പിന്റെ ആകൃതിയാണ്. ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനികൾ. ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനികൾ എന്ന് പറയുന്നത്. ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനികൾ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നതാണ് ശ്വാസനാളത്തിന്റെ ഭിത്തി. നമ്മുടെ ശ്വാസനാളത്തിന്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നതാണ്. ശ്വാസകോശത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ്. നമ്മുടെ വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് സിനിമകളിൽ കേൾക്കാറുള്ളതാണ്. ശ്വാസകോശത്തിന്റെ രണ്ട് പ്രത്യേകതകൾ: വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. കോശത്തിലേക്ക് വായു അകത്തേക്ക് കടക്കുന്നത് ശ്വാസകോശം വികസിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വായു കടക്കും. ശ്വാസകോശത്തിലേക്ക് വായു അകത്ത് കടക്കുന്നത് നമ്മുടെ ശ്വാസകോശം
വികസിക്കുമ്പോഴാണ്. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നത് ശ്വാസകോശം സങ്കോചിക്കുമ്പോഴാണ്. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നത് ശ്വാസകോശം സങ്കോചിക്കുമ്പോഴാണ്. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നത് ശ്വാസകോശം സങ്കോചിക്കുമ്പോഴാണ്. ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കുവാനോ കഴിയാത്തതിന് കാരണം മാംസപേശികളില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ശ്വാസകോശം അത് സ്വയം വികസിക്കുകയോ അല്ലെങ്കിൽ സങ്കോചിക്കുകയോ ചെയ്യില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മാംസപേശികളില്ലാത്തതുകൊണ്ടാണ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഡയഫ്രമാണ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഡയഫ്രം. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഡയഫ്രം. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ സാധ്യമാക്കുന്നത് ഔരാശയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായിട്ടുള്ള ഡയഫ്രവും വാരിയലിനോട് ചേർന്ന് കാണുന്ന മാംസപേശികളുമാണ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ സാധ്യമാക്കുന്നത് ആരൊക്കെയാന്ന് ചോദിച്ചാല് ഔരസാശയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായിട്ടുള്ള ഡയഫ്രവും വാരിയലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളും കൂടിച്ചേർന്നിട്ടാണ്. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ സാധ്യമാക്കുന്നത് ഔരസാശയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് എന്നുള്ളത് തിരിച്ചറിയാം. ഉച്ഛ്വാസഘട്ടങ്ങളിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും, ഔരസാശയത്തിലെ വായുമർദ്ദം കുറയും, വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും. ഈ 3 പ്രവർത്തനങ്ങളാണ് ഉച്ഛ്വാസഘട്ടത്തിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും, ഔരസാശയത്തിലെ വായുമർദ്ദം കുറയാണ് ആദ്യം ചെയ്യാം, പിന്നെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കും. നിശ്വാസഘട്ടത്തിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളതാണ് അടുത്തത്. അത് ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു, ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, ഡയഫ്രം പൂർവസ്ഥിതിയിൽ ആകുന്നു. എന്തൊക്കെയാണ് നിശ്വാസഘട്ടത്തിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ് ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു, ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, ഡയഫ്രം പൂർവസ്ഥിതിയിൽ ആകുന്നു. നിശ്വാസഘട്ടത്തിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളാണ് ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു, നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, ഡയഫ്രം പൂർവസ്ഥിതിയിലാവുന്നു. ചുണ്ണാമ്പ് വെള്ളം രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. ചുണ്ണാമ്പ് വെള്ളം രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളം രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തം കാൽസ്യം കാർബണേറ്റ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തം കാൽസ്യം കാർബണേറ്റ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തം കാൽസ്യം കാർബണേറ്റ്. ജീവികളും അവയുടെ ശ്വസനാവയവങ്ങളുമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അമീബയുടെ ശ്വസനാവയവം കോശസ്തരമാണ്. മണ്ണിരയുടെ ശ്വസനാവയവം ഈർപ്പമുള്ള ത്വക്കാണ്. ഷഡ്പദത്തിന്റെ ശ്വസനാവയവം നാളികാജാലമാണ്. മത്സ്യത്തിന്റെ ശ്വസനാവയവം ചെകിളപ്പൂക്കളാണ്. ഉഭയജീവിയുടേത് ശ്വാസകോശമാണ്. ഒന്നുകൂടെ കൃത്യമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം. അമീബയുടെ
ശ്വസനാവയവം കോശസ്തരം. അമീബയുടെ ശ്വസനാവയവം കോശസ്തരം. മണ്ണിരയുടെ കോശസ്തരം ഈർപ്പമുള്ള ത്വക്ക്. മണ്ണിരയുടെ ശ്വസനാവയവം ഈർപ്പമുള്ള ത്വക്കാണ്. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം നാളികാജാലമാണ്. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം നാളികാജാലം. മത്സ്യത്തിന്റെ ശ്വസനാവയവം ചെകിളപ്പൂക്കളാണ്. ഉഭയജീവിയുടെ ശ്വസനാവയവം ശ്വാസകോശമാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അവിടെ തിരിച്ചറിഞ്ഞ് ഓരോന്നായിട്ട് പഠിക്കുക. മണ്ണിരകളെ എപ്പോഴും നനവുള്ള മണ്ണിൽ മാത്രം കാണുന്നതിന്റെ കാരണം മണ്ണിരയുടെ ശ്വസനാവയവം ഈർപ്പമുള്ള ത്വക്കായതിനാലാണ്. മണ്ണിരകളെ എപ്പോഴും നനവുള്ള മണ്ണിൽ മാത്രം കാണാൻ കഴിയുന്നതിന്റെ കാരണം മണ്ണിരയുടെ ശ്വസനാവയവം ഈർപ്പമുള്ള ത്വക്കായതിനാലാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ഇടയ്ക്കിടെ വായ തുറന്ന് വെള്ളം അകത്തേക്ക് എടുക്കുന്നതിന് കാരണം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ചിലയിനം മത്സ്യങ്ങൾക്ക് ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷവായു ശ്വസിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതൊരു താൽക്കാലിക സംവിധാനമാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇവയ്ക്ക് കരയിൽ ജീവിക്കാൻ കഴിയില്ല. ഈ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ജീവികളാണ് മുഷി, വരാൽ, ഈൽ തുടങ്ങിയവ. അപ്പൊ നമ്മൾ അക്വേറിയത്തിൽ നിന്ന് മത്സ്യങ്ങൾ ഇടയ്ക്കിടെ വായ തുറന്ന് വെള്ളം കുടിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചിലയിനം മത്സ്യങ്ങൾക്ക് എന്തുണ്ട്, ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷവായു ശ്വസിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ ഇതൊരു താൽക്കാലികമായിട്ടുള്ള സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതലായിട്ട് അവയെ കരയിൽ പിടിച്ചിട്ടാൽ കരയിൽ ജീവിക്കാനാവില്ല. ഈ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ജീവികളൊക്കെയാണ് ഈ മുഷി, വരാൽ, ഈൽ തുടങ്ങിയവയൊക്കെ എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്നായി പോരുത്. എല്ലാവരും ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ്. സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ആസ്യാരന്ധ്രങ്ങൾ വഴി. ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്. ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയ എന്താണ് എന്ന് ചോദിച്ചാൽ അത് ശ്വസനമാണ്. ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയ ശ്വസനം എന്നാണ് അറിയപ്പെടുക. ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണ് എന്ന് തിരിച്ചറിയാം. ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്നും കോശങ്ങളിൽ എത്തിക്കുന്നതും രക്തമാണ്. നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ആഹാരം ദഹിച്ചു കഴിഞ്ഞാൽ അത് ചെറുകുടലിൽ നിന്നും കോശങ്ങളിൽ എത്തിക്കുന്നത് രക്തമാണ്. കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിച്ച് ഊർജം സ്വതന്ത്രമാക്കാൻ സഹായിക്കുന്നത് ഓക്സിജനാണ്. കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനാണ്. കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനാണ്. മനുഷ്യരക്തത്തിന് ചുവപ്പു നിറം ലഭിക്കാൻ കാരണമായിട്ടുള്ള വർണ്ണവസ്തു ഹീമോഗ്ലോബിനാണ്. മനുഷ്യരക്തത്തിന് ചുവപ്പു നിറം ലഭിക്കാൻ കാരണമായിട്ടുള്ള വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ. മനുഷ്യരക്തത്തിന് ചുവപ്പു നിറം ലഭിക്കാൻ കാരണമായിട്ടുള്ള വർണ്ണവസ്തു ഹീമോഗ്ലോബിനാണ്.
ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും സംവഹനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതും ഇരുമ്പിന്റെ അംശവും പ്രോട്ടീനും അടങ്ങിയതുമായിട്ടുള്ള സംയുക്തമാണ് ഹീമോഗ്ലോബിൻ. നമ്മുടെ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും സംവഹനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതും ഇരുമ്പിന്റെ അംശവും പ്രോട്ടീനും അടങ്ങിയതുമായിട്ടുള്ള ഒരു സംയുക്തമാണ് ഹീമോഗ്ലോബിൻ എന്നുള്ളത് തിരിച്ചറിയാം. ഷഡ്പദങ്ങളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവങ്ങളിലൂടെയാണ്. ഷഡ്പദങ്ങളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ശരീര അറകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവങ്ങളിലൂടെ. ഷഡ്പദങ്ങളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലൂടെയാണ് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഭാഗമാണ്. ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനത്തിന് പ്രത്യേക സംവിധാനം ആവശ്യമില്ല. അവയുടെ സംവഹന മാധ്യമം കോശദ്രവ്യമാണ്. ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനത്തിന് പ്രത്യേക സംവിധാനം ആവശ്യമില്ല. അവയുടെ സംവഹന മാധ്യമം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോശദ്രവ്യമാണ്. ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനത്തിന് പ്രത്യേക സംവിധാനമൊന്നും ആവശ്യമില്ല. ഇവയുടെ സംവഹന മാധ്യമം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോശദ്രവ്യമാണ്. ഷഡ്പദങ്ങളുടെ രക്തത്തിന് ചുവപ്പ് നിറമില്ലാത്തതിന്റെ കാരണം അവയുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഇല്ലാത്തതാണ്. ഷഡ്പദങ്ങളുടെ രക്തത്തിന് ചുവപ്പ് നിറമില്ലാത്തതിന് കാരണം അവയുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഷഡ്പദങ്ങളുടെ രക്തത്തിന് ചുവപ്പ് നിറമില്ലാത്തതിന് കാരണം അവയുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാൽ. ചുവന്ന വിയർപ്പുള്ള ജീവി എന്നറിയപ്പെടുന്നത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ചുവന്ന വിയർപ്പുള്ള ജീവി എന്നറിയപ്പെടുന്നത് ഹിപ്പോപ്പൊട്ടാമസ്. ചുവന്ന വിയർപ്പുള്ള ജീവി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിപ്പോപ്പൊട്ടാമസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രക്തത്തിലെ പ്രധാന കോശങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 എണ്ണാണുള്ളത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ചുവന്ന രക്തകോശങ്ങളുണ്ട്, വെളുത്ത രക്തകോശങ്ങളുണ്ട്, പ്ലേറ്റ്ലെറ്റുകളുണ്ട്. രക്തത്തിലെ പ്രധാനപ്പെട്ട കോശങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 3 എണ്ണാണുള്ളത്. ഏതൊക്കെയാണ്? ചുവന്ന രക്തകോശങ്ങളുണ്ട്, വെളുത്ത രക്തകോശങ്ങളുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ കൂടെ ഉണ്ട്. രക്തത്തിലെ ദ്രവഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ എന്നാണ്. രക്തത്തിലെ ദ്രവഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രക്തത്തിലെ ദ്രവഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ എന്നാണ്. വെളുത്ത രക്തകോശങ്ങൾ എത്ര തരത്തിലുണ്ട്? 5 തരത്തിലാണ് വെളുത്ത രക്തകോശങ്ങൾ ഉള്ളത്. വെളുത്ത രക്തകോശങ്ങൾ എത്ര തരത്തിലുണ്ട്? 5 തരത്തിലാണ് ഉള്ളത്. വെളുത്ത രക്തകോശങ്ങൾ എത്ര തരത്തിലുണ്ട്? 5 തരത്തിലാണ് വെളുത്ത രക്തകോശങ്ങൾ ഉള്ളത്. പ്ലാസ്മയുടെ 90% കാണപ്പെടുന്നത് ജലത്തിലാണ്. പ്ലാസ്മയുടെ 90% കാണപ്പെടുന്നത് വാട്ടറാണ്. ഇപ്പൊ പ്ലാസ്മ നമ്മൾ എടുത്തു നോക്കിയാൽ ഇതിൽ 90% കാണപ്പെടുന്നത് എന്താണ്? ജലമാണ് എന്നുള്ളത് തിരിച്ചറിയാം. ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ തിരിച്ചെത്തിക്കുന്നതും അറിയപ്പെടുന്നത് രക്തപര്യനം എന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ തിരിച്ചെത്തിക്കുന്നതും അറിയപ്പെടുന്നത് രക്തപര്യനം എന്നാണ്. രക്തപര്യന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഹൃദയം, രക്തക്കുഴലുകൾ, രക്തം എന്നിവയാണ്. രക്തപര്യന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഹൃദയം, രക്തക്കുഴലുകൾ, രക്തം എന്നിവ. മനുഷ്യ ശരീരത്തിലെ 3 തരത്തിലുള്ള രക്തക്കുഴലുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ധമനികളുണ്ട്, ലോമികകളുണ്ട്, സിരകളുണ്ട്.
മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള രക്തക്കുഴലുകളാണ് ധമനികൾ, ലോമികകൾ, സിരകൾ എന്നിവ. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയം. രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് ഹൃദയം. മനുഷ്യ ഹൃദയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. അത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, മുഷ്ടിയോളം വലുപ്പമാണ് ഉണ്ടാവുക. നമ്മുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മളെ ഹൃദയത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. മുഷ്ടിയോളം വലുപ്പം. ഔരാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ് ഹൃദയം. ഔരാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടത്. വശങ്ങളിൽ ശ്വാസകോശങ്ങൾ നമുക്ക് ഹൃദയത്തിന്റെ 2 വശങ്ങളിലായിട്ട് നമുക്ക് ശ്വാസകോശം കാണാൻ കഴിയും. പെരിക്കാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ടാണ് ഹൃദയം പൊതിഞ്ഞിരിക്കുന്നത്. പെരിക്കാർഡിയം എന്ന ഇരട്ട സ്ഥലം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. 4 അറകളാണ് നമ്മുടെ ഈ ഒരു ഹൃദയത്തിന് ഉള്ളത്. ഹൃദയത്തിന് 4 അറകളുണ്ട്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പ് ആണ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനെ ലെനക് ആണ്. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനെ ലെനക്. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് റെനെ ലെനക്. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞു, പെരിക്കാർഡിയമാണ്. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരിക്കാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പെരിക്കാർഡിയമാണ്. 5 ജോഡി പാർശ്വഹൃദയങ്ങളുള്ള ജീവിയാണ് മണ്ണിര. 5 ജോഡി പാർശ്വഹൃദയങ്ങൾ ഉള്ള ജീവി മണ്ണിര. 5 ജോഡി പാർശ്വഹൃദയങ്ങൾ ഉള്ള ജീവി മണ്ണിരയാണ്. ഹൃദയത്തിന് 4 അറകളുള്ള ഒരു ഉരകമാണ് മുതല എന്ന് പറയുന്നത്. ഹൃദയത്തിന് 4 അറകളുള്ള ഉരകമാണ് മുതല. മനുഷ്യനും മുതലയ്ക്കും 4 അറകളാന്ന് ഓർത്തു വെച്ചാൽ മതി. മനുഷ്യഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത് എപ്പോൾ? മനുഷ്യഭ്രൂണത്തിന് 22 ദിവസം പ്രായമാവുമ്പോൾ മുതൽ. അപ്പോൾ മനുഷ്യഹൃദയം എന്നു മുതലാണ് സ്പന്ദിക്കാൻ തുടങ്ങുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1-2 കൊല്ലം കഴിഞ്ഞിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യഭ്രൂണത്തിന് 22 ദിവസം പ്രായമാവുമ്പോൾ മുതൽ ഈ ഒരു ഹൃദയമിടിപ്പ് തുടങ്ങുകയും അത് മനുഷ്യൻ മരിക്കുന്നത് വരെ തുടർന്നു പോവുകയും ചെയ്യും. ഹൃദയമിടിപ്പ് നിലച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും? അയാള് മരിച്ചുപോയി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി നമുക്ക് ചില ജീവികളുടെ ഹൃദയ അറകളുടെ എണ്ണം നോക്കാം. അത് PSCക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പാറ്റയുടെ ഹൃദയ അറകളുടെ എണ്ണം 13 എണ്ണമാണ്. പാറ്റ 13. ഒരു മാച്ചില്ലേ? പാറ്റയുടെ ഹൃദയ അറകളുടെ എണ്ണം 13. മത്സ്യം ഹൃദയ അറകളുടെ എണ്ണം 2. മത്സ്യത്തിനാകെ 2 അക്ഷരമേ ഉള്ളൂ. അപ്പോ അത് വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. മത്സ്യത്തിന്റെ ഹൃദയ അറകളുടെ എണ്ണം 2 എണ്ണമാണ് ഉള്ളത്. പക്ഷി ഹൃദയ അറകളുടെ എണ്ണം 4 ആണ്. അപ്പൊ പക്ഷികൾക്ക് 4 ആണ്, മുതലയ്ക്ക് 4 ആണ്, മനുഷ്യന് 4 ആണ്. പക്ഷിയുടെ ഹൃദയ അറകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ 4 അറകളാണ് പക്ഷിക്ക് ഉള്ളത്. മനുഷ്യന്റെ ഹൃദയ അറകളുടെ എണ്ണം 4 അറകള് മനുഷ്യ ഹൃദയ അറയ്ക്കുണ്ട്. മനുഷ്യന്റെ സാധാരണ നിലയിലെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ ശരാശരി 7.72 തവണ. അപ്പോൾ മനുഷ്യന്റെ സാധാരണ നിലയിലെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ ശരാശരി 72 തവണ. മനുഷ്യന്റെ സാധാരണ നിലയിലെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ ശരാശരി 72 തവണയാണ്. ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്ന തെറ്റായ ശീലങ്ങളാണ് പുകവലി, മദ്യപാനം, അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരം എന്നിവ. ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്ന തെറ്റായിട്ടുള്ള ശീലങ്ങളാണ് പുകവലി, മദ്യപാനം, അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരം എന്നിവ.
ഹൃദയാരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ട ശീലങ്ങൾ സമീകൃത ആഹാരം, ശരിയായ ഭക്ഷണം, വ്യായാമം തുടങ്ങിയ കാര്യങ്ങളാണ്. ഹൃദയാരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ട ശീലങ്ങൾ സമീകൃത ആഹാരം, ശരിയായ വ്യായാമം തുടങ്ങിയവയാണ്. ഹൃദയാരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ട ശീലങ്ങൾ സമീകൃത ആഹാരം, ശരിയായ വ്യായാമം തുടങ്ങിയവയാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തക്കുഴലുകളിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകുന്നു. ഈ രക്തപ്രവാഹം നിർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രഥമ ശുശ്രൂഷകളാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കയ്യിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിൻ്റെ രക്തപ്രവാഹം നിർത്താൻ വേണ്ടിയിട്ടാണ് ചിന്തിക്കുക. ശുദ്ധജലം ഉപയോഗിച്ച് നമ്മൾ ആദ്യം ആ മുറിവൊന്ന് വൃത്തിയാക്കും. മുറിവിൽ നമ്മൾ അമർത്തിപ്പിടിക്കും. കയ്യിലാണ് മുറിവെങ്കിൽ നമ്മൾ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കും. രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ തുണിയോ, ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മുറിവ് എന്ത് ചെയ്യും, ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞ് സംരക്ഷിക്കും. ഇതിനുശേഷം നമ്മൾ ആൾക്ക് വേണ്ട വൈദ്യസഹായം ലഭ്യമാക്കുകയാണ് ചെയ്യുക. ഏകദേശം 60 മുകളിൽ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.